അപ്പോൾ എന്തായാലും ഇനി ഇവിടെ താൻ നിൽക്കേണ്ടതില്ല എന്ന് നിശ്ചയിച്ച ദധീജി തൻ്റെ ശിഷ്യന്മാരോടുകൂടി യജ്ഞകവാടത്തിൽ വന്ന് അവിടെ കൂടിയിരുന്ന മറ്റുള്ളവരോടായിട്ട് പറഞ്ഞു, ഈ യാഗത്തിൽ ശിവപൂജ ചെയ്യാത്തതുകൊണ്ട് യാഗത്തിൻ്റെ ഫലം ലഭിക്കില്ല, എന്നാൽ വിപരീതമായ ഫലം ഉണ്ടാവും. ദക്ഷ, നിന്റെ യാഗത്തിന് വിഘ്നം സംഭവിക്കും, അധികം താമസിയാതെ നിന്റെ ശിരസ് ഛേദിക്കപ്പെടും എന്ന് പറഞ്ഞുകൊണ്ടാണ് ദധീജി മടങ്ങിപ്പോയത്. അതോടുകൂടി ആ മഹാത്മാവ് യാഗശാല വിട്ടു പോയതോടുകൂടി ദക്ഷൻ്റെ ഒപ്പമുണ്ടായിരുന്ന വീര്യം, ധൈര്യം, കീർത്തി, സമ്പത്ത് ഇതൊക്കെ ദക്ഷനെ വിട്ടുപോയി കഴിഞ്ഞു എന്നാണ്. തൻ്റെ യാഗശാലയ്ക്ക് മുന്നിലുള്ള ധ്വജം, കൊടിമരം രണ്ടായി പിളർന്നു എന്നാണ്. സാധാരണ ഒരു ധ്വജം ഉണ്ടെങ്കിൽ അത് പതിക്കുക എന്നൊക്കെ പറഞ്ഞാൽ അത് ഒരു ദുർനിമിത്തമായിട്ടാണ് സൂചിപ്പിക്കുക. അപ്പോൾ ഇവിടെ രണ്ടായി പിളർന്നു. ദക്ഷപത്നിയുടെ കഴുത്തിൽ അണിയിച്ചിട്ടുള്ള കണ്ഠസൂത്രം, ചരട്, അതിൽ താലി കോർത്തിട്ട് വിവാഹ സമയത്ത് അണിയിക്കുന്നതായ കണ്ഠസൂത്രം, അത് പൊട്ടി താഴെ വീണു. അങ്ങനെ പലതരത്തിലുള്ള ദുർനിമിത്തങ്ങളും കാണാൻ തുടങ്ങി. പക്ഷേ ദക്ഷൻ അതൊന്നും കൂട്ടാക്കാതെ ഉപചാരങ്ങളൊക്കെ ചെയ്തു. അവിടെ വന്നുകൂടിയവരെയൊക്കെ ആദരിച്ചു, ദാനാദികളൊക്കെ ചെയ്തു, വസ്ത്രാദികൾ സമ്മാനിച്ചു. അപ്പോൾ യാഗത്തിൻ്റെ മറ്റ് ആ ചടങ്ങുകളൊക്കെ നടക്കുകയാണ് യാഗശാലയിൽ. അപ്പോൾ ആ സമയത്താണ് ശ്രീനാരദ മഹർഷി കൈലാസത്തിൽ ചെന്നു ആ മഹാദേവനോട് പറയുകയാണ് ഈ സംഗതികളൊക്കെ. ബ്രഹ്മാവിൻ്റെ പുത്രനായിട്ടുള്ള ദക്ഷൻ അവിടത്തേക്ക് ഹവിർഭാഗം നൽകാതെ തന്നെ മറ്റ് ദേവന്മാരെ പൂജിക്കുകയാണ്. വിദ്വേഷത്തോടു കൂടിയിട്ടാണ് ഈ പ്രവൃത്തി. അപ്പം അത് കേൾക്കുമ്പോഴാണ് ദക്ഷപുത്രിയായിട്ടുള്ള ദേവിക്ക്, ദാക്ഷായണിക്ക് ആ യാഗത്തിൽ പങ്കെടുക്കണം, അല്ലെങ്കിൽ അത് കാണണമെന്ന് ഒരു ആഗ്രഹം ജനിക്കുകയും പോവാനായിട്ട് അനുമതി തേടി ഭഗവാനോട്. അപ്പോൾ ഭഗവാൻ പറയുന്നുണ്ട്, നമ്മളെ ക്ഷണിച്ചിട്ടില്ല, ക്ഷണിക്കാത്തയിടത്ത് ചെന്നാൽ നിന്ദയാണ്, അപമാനം നേരിടേണ്ടി വരാം. എന്നാലും അച്ഛൻ എന്ന ആ ഒരു മോഹം, എപ്പോഴും തൻ്റെ മാതാപിതാക്കളോട് സ്വാഭാവികമായിട്ടുണ്ടാവുന്ന മമത, അതുകൊണ്ട് ദേവിക്ക് പോകണം എന്ന് തോന്നും, തെറ്റൊന്നുമല്ല. എന്തായാലും പോയിട്ട് വരൂ, എന്തെങ്കിലും അവിടെ അഹിതമായിട്ട് കണ്ടാലും കണ്ടില്ല എന്ന് നടിക്കുക, ക്ഷമിക്കുക, മടങ്ങി വരൂ എന്നാണ്. അങ്ങനെ ഗണങ്ങളോടുകൂടി ദേവി പുറപ്പെട്ടു. ആ യാഗശാലയിൽ എത്തിച്ചേരുകയാണ്. യാഗശാലയിൽ പ്രവേശിച്ചതായിട്ടുള്ള സതിയെ, തൻ്റെ പുത്രിയെ ദക്ഷൻ സ്വീകരിച്ചില്ല എന്നാണ്, അപമാനിക്കുകയാണ് ചെയ്തത്. നിന്റെ ഭർത്താവായിട്ടുള്ള ശിവന്റെ കുലമേതെന്ന് അറിയില്ല, അമംഗളസ്വരൂപിയാണ്. അതുകൊണ്ട് തന്നെയാണ് മനഃപൂർവ്വം നിങ്ങളെ യാഗത്തിന് ക്ഷണിക്കാത്തത്. ആ ശിവന്റെ പത്നിയാണ് എന്നുള്ളത് കൊണ്ട് നിനക്കും ഒരു പതിത്വമുണ്ട്, അതുകൊണ്ട് നിന്നെയും ക്ഷണിച്ചില്ല. അപ്പം ക്ഷണിക്കാത്ത സദസ്സിലേക്ക് നീ എന്തിനു വന്നു എന്നാണ്, നീ മടങ്ങിപ്പോയിക്കോളൂ. അപ്പോൾ അവിടെ വെച്ച് സതീദേവിയെ, ആ ജഗദംബിക തന്നെയാണ് സതിയായി വന്നിട്ടുള്ളത്, ആ സതിയെ അപമാനിച്ചു ദക്ഷൻ. അപ്പോൾ അവിടെ ദേവി ചോദിക്കുന്നുണ്ട്, എന്തുകൊണ്ടാണ് എന്നോട് കോപിക്കുന്നത്, ഞാൻ എന്ത് അപരാധമാണ് ചെയ്തത്? അപ്പോൾ വീണ്ടും ദക്ഷൻ പറഞ്ഞു, നീ ശിവന്റെ പത്നിയാണ്, അതുകൊണ്ട് നിനക്ക് ഈ യാഗത്തിൽ പങ്കെടുക്കാനോ ഒന്നും യോഗ്യതയില്ല. നിന്റെ ഭർത്താവുമായിട്ടോ നീയുമായിട്ടോ എനിക്കൊരു ബന്ധവുമില്ല, അതുകൊണ്ട് മടങ്ങിപ്പോയിക്കോളൂ. പക്ഷേ ദേവി
തൻ്റെ ഉള്ളിൽ വർദ്ധിച്ചു വളരുന്നതായിട്ടുള്ള കോപത്തെ അടക്കിക്കൊണ്ടാണ് വീണ്ടും പറഞ്ഞു, എന്നെ നിന്ദിച്ചത് ഞാൻ കാര്യമാക്കുന്നില്ല. എൻ്റെ അച്ഛനാണ്, ഒരു മകളോട് പറഞ്ഞു എന്ന് കരുതി ക്ഷമിക്കാം. എന്നാൽ നിരഞ്ജനനായിട്ടുള്ള, നിരാധാരനായിട്ടുള്ള ആ ഭഗവാനെ നിന്ദിച്ചത്, ദൂഷണം ദേവദേവസ്യൽ കൃതം ദക്ഷസാമ്പ്രതം സവ്യഥം തേനമച്ചിത്തം നിതരാം തത്ര വർത്തതേ മദ്ദൂഷണേന തഥാ സദാ മേ ത്വൽകൃതേന ഹി നിരഞ്ജനം നിരാധാരം നിർഗുണം നിരുപപ്ലവം സർവജ്ഞം സർവവിദ്യാനാം ആദികർത്താരമവ്യയം തത്വാതീതം ശിവം ശാന്തം ശങ്കരം പ്രണതാർത്തിഹം താമസം പ്രോക്തവാൻ മോഹാൽ അഹോ പാപം തവേദൃശം സർവസംഹാര കർത്തൃത്വാൽ സതാമസ ഇവാഭവൽ തസ്മൈ ദേയോ ഹവിർഭാഗ സഹി പൂജ്യോ നചേതര എന്നാമ പരമം യോ വാ ശിവ ഇത്യക്ഷരദ്വയം സകൃജപതി യത്പാപി ജനോ മോക്ഷം സവിന്ദതി. നിരുപപ്ലവനായിട്ടുള്ള സർവജ്ഞനായ സർവവിദ്യാസ്വരൂപനായ തത്വാതീതനും ശിവനും ശാന്തനും ശങ്കരനും പ്രണമിക്കുന്നവരുടെ ദുഃഖത്തെ ഹനിക്കുന്നവനുമായ ആ ശ്രീപരമേശ്വരനെ താങ്കളുടെ പാപബുദ്ധി കൊണ്ടാണ്, ദുഷിച്ച ബുദ്ധി കൊണ്ടാണ് ഇങ്ങനെയൊക്കെ പറയുന്നത്. വാസ്തവത്തിൽ ആ ശ്രീപരമേശ്വരന് തന്നെയാണ് ഹവിർഭാഗം നൽകപ്പെടേണ്ടത്. അദ്ദേഹം ആണ് പൂജ്യനായിട്ടുള്ളത്. എത്ര വലിയ പാപിയാണെങ്കിൽ കൂടി ശിവ എന്ന രണ്ടക്ഷരം, ശിവ ഇത്യക്ഷരദ്വയം, ശിവ എന്ന് ജപിച്ചാൽ തന്നെ സകൃത്, ഒരിക്കലെങ്കിലും ശിവ എന്ന് ഉച്ചരിച്ചാൽ തന്നെ പാപത്തെ നീങ്ങി മോക്ഷത്തെ പ്രാപിക്കും. സംസാര സാഗരത്തിൽ നിന്നും തരണം ചെയ്യിപ്പിക്കുന്നവനാണ്, ശിവമാർഗപ്രണേതാതാവാണ് അവിടുന്ന്. അങ്ങനെയുള്ള ആ ശ്രീപരമേശ്വരനെ നിന്ദിച്ചതുകൊണ്ട്, അങ്ങനെ ശിവനിന്ദ ചെയ്യുന്ന ഒരുവൻ വേഗത്തിൽ തന്നെ മരണത്തെ പ്രാപിക്കും. ശിവമഹിമ വർണ്ണനാതീതമാണ്. താങ്കളുടെയും നാശം അടുത്തിരിക്കുന്നു. അങ്ങനെ അവിടുന്ന് ദേവി മടങ്ങുകയാണ് ചെയ്തത് എന്ന് പറഞ്ഞു. പക്ഷേ ദക്ഷയാഗം കഥ മറ്റു പുരാണങ്ങളിൽ കാണുമ്പോൾ അവിടെ വെച്ച് തന്നെ സതീദേവി ദേഹത്യാഗം ചെയ്തു എന്നാണ് നമുക്ക് കാണാൻ കഴിയുക. മടങ്ങിപ്പോകാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് തൻ്റെ യോഗാഗ്നിയിൽ ശരീരത്തെ ഉപേക്ഷിച്ചു എന്നാണ്. പക്ഷെ ഇവിടെ പറഞ്ഞു, മടങ്ങി വന്ന് ഈ സംഭവങ്ങളെല്ലാം ഭഗവാനെ കേൾപ്പിച്ചു. അപ്പോഴാണ് ഭഗവാൻ ആ വീരഭദ്രനെ സങ്കല്പിച്ചു എന്നാണ്. സർവസംഹാരകനായിട്ടുള്ള ഭക്തന്മാർക്ക് ഭദ്രത്തെ പ്രദാനം ചെയ്യുന്ന വീരന്മാരിൽ വീരനായിട്ടുള്ള വീരഭദ്രൻ, വീരഭദ്രം മഹാകായം സർവലോകൈകനായകം. ആ വീരഭദ്രനെ സങ്കല്പിക്കുകയും ഭഗവാന്റെ നേത്ര അഗ്നികുണ്ഡത്തിൽ നിന്നും ആവിർഭവിച്ചു വീരഭദ്രൻ എന്നാണ്. കൈകളിലൊക്കെ ആയുധങ്ങളാണ്. വാൾ, പരിച, ഗദ, ചക്രം, കുലിശം, ശൂലം, മുസലം, ഇങ്ങനെയുള്ള ആയുധങ്ങളോടുകൂടി വിജയശബ്ദം മുഴക്കുന്ന രക്തശോഭയോടുകൂടിയ മകുടത്താൽ അലങ്കരിക്കപ്പെട്ട് വീരഭദ്രൻ അവിടുന്ന് ശിവാജ്ഞയെ മാനിച്ചുകൊണ്ടാണ്, ഒപ്പം തന്നെ ചണ്ഡികയായിട്ടുള്ള ഭദ്രകാളി ദേവിയും പുറപ്പെട്ടു. അങ്ങനെ ഭദ്രകാളിയും വീരഭദ്രനും ശിവഗണങ്ങളോടുകൂടി മഹാദേവനെയും മഹാദേവിയെയും പ്രദക്ഷിണം ചെയ്ത് നമസ്കരിച്ചു. അവിടെ എന്താണ് ഈ ദാസൻ, ഞാൻ അവിടുത്തെയുടെ ദാസനാണ്, ഞാൻ എന്താണ് ചെയ്യേണ്ടത് എന്ന് ചോദിക്കുമ്പോൾ, അങ്ങ് എന്താണോ നിർദ്ദേശിക്കുന്നത് അത് ചെയ്യാൻ ഞാൻ സന്നദ്ധനാണ്, അങ്ങയുടെ ആജ്ഞയെ മാനിക്കാൻ ഞാൻ തയ്യാറാണ്. പർവ്വതങ്ങളെ,
പൊടിച്ച് എൻ്റെ കൈകളെ കൊണ്ട് ഞാൻ ഈ പർവ്വതങ്ങളെ പൊടിച്ച് ലേപനമാക്കിയിട്ട് ഒരു ചൂർണം പോലെയാക്കിയിട്ട് ശരീരത്തിൽ ലേപനം ചെയ്യാം. അങ്ങയുടെ ശക്തിയുണ്ട് എങ്കിൽ അങ്ങയുടെ ആജ്ഞ പാലിക്കാൻ ഞാൻ തയ്യാറാണ്. അപ്പോൾ ഭഗവാൻ പറഞ്ഞു, ആ ദക്ഷൻ യാഗം ചെയ്യുന്നു, എനിക്ക് അർഹതപ്പെട്ടതായ ഹവിർഭാഗം അവിടെ ചെന്ന് ചോദിക്കുക ദക്ഷനോട്. അങ്ങനെ തരുന്നു എങ്കിൽ അത് സ്വീകരിക്കുക, മടങ്ങി വരിക. തന്നില്ല എങ്കിൽ ആ യാഗശാലയിൽ വെച്ച് തന്നെ അവൻ്റെ ശിരസ് ഛേദിക്കുക.